അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടൊന്നും എനിക്ക് വരാൻ താല്പര്യമില്ല. പിന്നെ എന്തുകൊണ്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഹൈന്ദവ സഹോദരന്മാർ അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരൊക്കെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് അല്ലേ, പല രീതിയിലും. അപ്പോൾ ഈ ഹാരിഫ് ഹുസൈനെ പോലെ പരന്നാറികൾ, നമ്മുടെ ഒരു വാചകം ഞാൻ കടമെടുക്കണം, പരന്നാറികൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും, ഒരു വിഭാഗത്തിനെ വലിയ ശത്രുവാക്കി കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സത്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ പരനാറി എന്താ പറയുന്നത് ആദ്യം നിങ്ങൾ കേൾക്കുക, എന്നിട്ട് വരിക. ഇസ്ലാമിലെ ഏത് സ്ത്രീയാണ് നിങ്ങളുടെ പ്രശ്നം? ഭാര്യയെ തല്ലാൻ പറയുന്ന ആയത്ത് ഏതാണ്? നമ്പർ പറയും. ഭാര്യ തല്ല ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. 4:34 എടുക്കും ഖുറാനില്. ആയിഷ ബീബി ഹദീസ് അല്ല. 4:34 ഖുറാനിൽ എടുക്കും, ഹദീസ് അല്ല പറഞ്ഞത്. ഒരു മിനിറ്റ് ഞാൻ എടുക്കാം. 4 അൽ-നിസായിലെ ആയത്ത്. അതെ, വായിക്കേ, എന്റെ അർത്ഥം വായിക്കേ, മലയാളത്തില് വേണ്ട, അർത്ഥം വായിക്കേ, അതിലെഴുതിയിരിക്കും. ഖുറാനില് അങ്ങോട്ട് സാധനം വരില്ല കേട്ടാ. നിങ്ങൾ ഖുറാനിലെ അർത്ഥം വായിക്കുക സുഹൃത്തെ. നിങ്ങളുടെ കയ്യിൽ ഖുറാൻ ഉണ്ടെന്നല്ലേ ഇപ്പൊ വീമ്പ് പറഞ്ഞു. വായിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. അപ്പൊ ആദ്യം അർത്ഥം വായിക്കും, എന്നിട്ട് ബാക്കി കാര്യം പറയാം. നിങ്ങള് മെഴുകളൊക്കെ അവിടെ കൈവെക്കും, ആദ്യം അർത്ഥം വായിക്കും. അപ്പോൾ നിങ്ങൾ ഈ പരനാറി പറയുന്നത് കേട്ടല്ലോ. ഇനി നമുക്ക് ജെമിനിനോട് ഈ പരനാറി പറഞ്ഞത് നമുക്ക് കേൾക്കാം. ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട്, ഞാൻ പുള്ളിയുടെ വചനം ഒന്നും പറയുന്നില്ല, എങ്കിൽ പോലും ഞാൻ ചുമ്മാ ചോദിക്കുകയാണ് എന്താ പറയണത് നോക്കാം. ജെമിനി, ഖുറാനിൽ ഭാര്യനെ തല്ലണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും, ഏതെങ്കിലും ഒരു വചനത്തിൽ? ഖുർആനിൽ ഈ വിഷയം പരാമർശിക്കുന്നത് സ്റ്റാർ സൂറത്തുൽ നിസാ 4-ാം അധ്യായം 34-ാം വചനത്തിലാണ് കേട്ടോ. എന്നാൽ ഈ വചനത്തെക്കുറിച്ച് വലിയ തോതിലുള്ള ചർച്ചകളും വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആ വചനത്തിന്റെ സന്ദർഭവും അർത്ഥവും താഴെ പറയുന്ന രീതിയിലാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. വചനത്തിന്റെ സന്ദർഭം കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ പിണക്കത്തിലാവുകയും കാര്യങ്ങൾ വിവാഹമോചനത്തിന്റെ വക്കിലെത്തുകയും ചെയ്യുമ്പോൾ അത് പരിഹരിക്കാനുള്ള അവസാന ഘട്ടമായാണ്. അതായത് ഖുറാനെ സംബന്ധിച്ചോളം എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്, അതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഈ വചനം കടന്നു വരുന്നത്. ഇതിൽ 3 ഘട്ടങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. 1. ഉപദേശിക്കുക. തെറ്റായ വഴിയിലൂടെ പോകുന്ന പങ്കാളിയെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. 2. കിടപ്പറ പങ്കിടാതിരിക്കുക. ആദ്യഘട്ടം വിജയിച്ചില്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുന്നതിനായി കിടപ്പറയിൽ അകലം പാലിക്കുക. 3. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇന്നത്തെ കാലത്ത് ഡൈവോഴ്സ് ആണല്ലോ, അന്നത്തെ കാലത്തുള്ള ഒരു കാര്യമാണ് പറയുന്നത്. വളരെ നിയന്ത്രിതമായ രീതിയിൽ മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങളും പരാജയപ്പെടുകയും കുടുംബം തകരും എന്ന അവസ്ഥ വരികയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പരാമർശം വരുന്നത്. വ്യാഖ്യാനങ്ങളിലെ പ്രധാന വശങ്ങൾ. ഈ വചനത്തിലെ വദ്രിബൂഹുന്ന എന്ന അറബി പദത്തെ ചുറ്റിപ്പറ്റിയാണ് പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത്. അടിക്കുമ്പോഴുള്ള നിബന്ധനകൾ. മിക്ക ഇസ്ലാമിക പണ്ഡിതന്മാരും പ്രവാചക വചനങ്ങളെ, ഹദീസുകളെ മുൻനിർത്തി പറയുന്നത് ഈ അടി എന്നത് വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാകരുത് എന്നാണ്. മുഖത്തോ ശരീരത്തിന്റെ മൃദുവായ ഭാഗങ്ങളിലോ അടിക്കാൻ പാടില്ലെന്നും മുറിവോ അടയാളമോ ഉണ്ടാകാൻ പാടില്ലെന്നും നിഷ്കർഷയുണ്ട്. ഒരു മിസ്വാക്ക്, പല്ല് തേക്കുന്ന ചെറിയ കൊമ്പ് ഉപയോഗിച്ച് അടിക്കുന്നത് പോലെയുള്ള ഒരു പ്രതീകാത്മകമായ നടപടി മാത്രമാണിതെന്നാണ് പണ്ഡിതപക്ഷമെന്ന് പല വ്യാഖ്യാനങ്ങളിലും കാണാം. മറ്റൊരു വ്യാഖ്യാനം, ചില ആധുനിക പണ്ഡിതന്മാർ ദർബ എന്ന വാക്കിനെ അടിക്കുക എന്നതിന് പകരം അകന്നു നിൽക്കുക അല്ലെങ്കിൽ വേർപിരിയുക എന്ന അർത്ഥവും കൽപ്പിക്കാറുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സ്ത്രീയെയോ കുട്ടിയെയോ അടിച്ചിട്ടില്ല എന്ന് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതിനാൽ തന്നെ ഈ വചനത്തെ ഒരു അക്രമത്തിനുള്ള അനുവാദമായിട്ടല്ല, മറിച്ച് തകരാൻ പോകുന്ന ഒരു ബന്ധം രക്ഷിക്കാനുള്ള അങ്ങേയറ്റത്തെ ഒരു മനഃശാസ്ത്രപരമായ നീക്കമായിട്ടാണ് വിശ്വാസികൾക്കിടയിലെ പൊതുവായ വ്യാഖ്യാനം. ഇക്കാര്യത്തിൽ ഈ വിഷയം പിന്നെ എന്തുകൊണ്ടാണ് ചില പരനാറികൾ ഇതിനെ തെറ്റായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത്? കേട്ടോളൂ. സോഷ്യൽ മീഡിയയിൽ ഇത്തരം വചനങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കപ്പെടുന്നതിനോ അല്ലെങ്കിൽ കടുത്ത രീതിയിൽ വിമർശിക്കപ്പെടുന്നതിനോ പിന്നിൽ പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. ഒരു കാര്യത്തെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ കാണാതെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ചർച്ച ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാകാം. 1. സന്ദർഭത്തിൽ നിന്നുള്ള അടർത്തി മാറ്റൽ, ലാക്ക് ഓഫ് കോണ്ടെക്സ്റ്റ്. ഖുർആനിലെ ഒരു വചനം വിശകലനം ചെയ്യുമ്പോൾ അത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, അതിന് മുൻപും പിൻപുമുള്ള വചനങ്ങൾ എന്താണ് എന്ന് നോക്കേണ്ടതുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പലരും
അടിക്കുക എന്ന വാക്ക് മാത്രം ഹൈലൈറ്റ് ചെയ്യുകയും അതിനു മുൻപ് പറഞ്ഞ ഉപദേശം, വിട്ടുനിൽക്കൽ തുടങ്ങിയ ഘട്ടങ്ങളെയും അതിനുള്ള കർശനമായ നിബന്ധനകളെയും പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുന്നു. 2. ഭാഷാപരമായ പരിമിതികൾ. അറബി ഭാഷയിലെ ദറബ എന്ന വാക്കിന് 100-ലധികം അർത്ഥങ്ങളുണ്ട്. സന്ദർഭത്തിനനുസരിച്ചാണ് അത് മാറുന്നത്. എന്നാൽ ഇതിന്റെ വിവർത്തനങ്ങൾ വരുമ്പോൾ പലപ്പോഴും ആഴത്തിലുള്ള അർത്ഥം ചോർന്നു പോകാറുണ്ട്. ഈ വിവർത്തനങ്ങളിലെ അവ്യക്തത പലരും തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കുന്നു. 3. രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ താല്പര്യങ്ങൾ. മതവിമർശനം നടത്തുന്നവരും മതം പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും തമ്മിലുള്ള തർക്കങ്ങൾക്കിടയിൽ പലപ്പോഴും വസ്തുതകൾ വളച്ചൊടിക്കപ്പെടാറുണ്ട്. ഒരു പ്രത്യേക മതത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ സ്ത്രീവിരുദ്ധമായി ചിത്രീകരിക്കാൻ ഇത്തരം വചനങ്ങൾ ആയുധമാക്കാറുണ്ട്. മറുവശത്ത് ചിലർ ഈ വചനത്തെ ദുരുപയോഗം ചെയ്ത് വീട്ടിൽ അക്രമം കാണിക്കുന്നതിനെ ന്യായീകരിക്കാനും ശ്രമിക്കുന്നു. രണ്ടും തെറ്റായ രീതികളാണ്. 4. ബോധപൂർവമുള്ള വിദ്വേഷ പ്രചാരണം, ഹേറ്റ് സ്പീച്ച്. സോഷ്യൽ മീഡിയയിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും ഗ്രൂപ്പുകളിൽ ഭിന്നിപ്പുണ്ടാക്കാനും വേണ്ടി വിവാദപരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു രീതി ഇന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുമെന്നത് ഇവർക്ക് തങ്ങളുടെ റീച്ച് വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്നു. 5. ആധുനിക മൂല്യങ്ങളും പ്രാചീന ഗ്രന്ഥങ്ങളും തമ്മിലുള്ള താരതമ്യം. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള സാമൂഹിക വ്യവസ്ഥിതിയും ഇന്നത്തെ മനുഷ്യാവകാശ നിയമങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആധുനിക ലോകത്ത് അടി എന്നത് ശാരീരിക പീഡനമായി, ഫിസിക്കൽ അബ്യൂസ് മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ഈ വചനം മുന്നോട്ട് വെക്കുന്ന പ്രതീകാത്മകമായ അർത്ഥം പലപ്പോഴും ആധുനിക ലോകത്തിന് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. ഇത് വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുന്നു. ചുരുക്കത്തിൽ ഏതൊരു കാര്യത്തെയും അതിന്റെ ശരിയായ അർത്ഥത്തിലും പശ്ചാത്തലത്തിലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണ് ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾക്ക് കാരണം. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റ് ഏതെങ്കിലും വചനങ്ങളെ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ആ പരനാറി ആരിഫ് ഹുസൈൻ പറയുന്നത് കേട്ടിട്ട് ഇവിടുത്തെ ഹൈന്ദവരായ ആളുകൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ആ പരനാറിക്ക് കാശ് വേണം, റീച്ച് വേണം, നിങ്ങളെല്ലാം ഒന്ന് സൂചിപ്പിക്കണം. നമ്മളെ സംബന്ധിച്ചോളം നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സത്യത്തിൻ്റെ ഒപ്പമാണ്. അതിനിപ്പോൾ ഏത് പാർട്ടിക്കാർ നല്ലത് ചെയ്താലും ഏത് മതക്കാരൻ നല്ലത് ചെയ്താലും അത് കൊണ്ടുവരും. ഇനി തെറ്റ് ചെയ്താലും അത് കൊണ്ടുവരും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ജെമിനിയിലൂടെ നമ്മൾ പല സത്യങ്ങളും പുറത്തു കൊണ്ടുവരും. ജെമിനിയെ വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായല്ലോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഒപ്പം നിൽക്കുക.